പ്രതീക്ഷ വെച്ചുകൊണ്ട് മനുഷ്യന്മാര് വരുമ്പോ വെറുപ്പോടെ മടക്കി വിടാൻ പാടില്ല. ഒരു പക്ഷേ നിങ്ങളെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു 10 പിരിവുകാർ വന്നു കൂട്ടിക്കോളൂ. ഒരു ഉദാഹരണം, 10 പിരിവുകാർ. ഒരാള് യതീംഖാനന്റെ പിരിവ, വേറെ ഒരാള് സാധുക്കളായ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി രേഖയൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പിരിവാണ്. വേറെ ഒരാള് പാവപ്പെട്ട കുറെ സാധുക്കളായ ആളുകൾക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു പിരിവാണ്. ഈ വന്ന പിരിവുകാരൊരൊറ്റ ആളെയും നിരാശയോടെ മടക്കി വിടരുത്. എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇല്ലം യജിദ് ഫബിൽ കലിമത്തി ത്വയ്യിബ. കാശൊന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടെ മടക്കി വിടണം. വാതിൽ തുറന്ന് കാണുമ്പോഴേക്ക് ഒരു 10 കിലോ തൂക്കിയിട്ട് അയാളെങ്ങനെ നോക്കിയിട്ട് ദുനിയാവിൽ പിന്നെ ഉറക്കം കിട്ടാത്ത രൂപത്തിലുള്ളൊരു പേടിപ്പെടുത്താൻ പാടില്ല. ഓരോരുത്തന്മാരും ഇങ്ങോട്ട് കയറി വരും, നേരം വെളുക്കാൻ ഒഴിവില്ല, സുബഹി നിസ്കരിച്ചോ ഇല്ലേ എന്ന് അപ്പോഴേക്ക് പിരിവുണ്ട്. ഇയാളെ മുഖം ഒന്നായിട്ട് കണ്ടിട്ട് മറ്റേക്ക് സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ ഇമ്മാതിരി ഒരു ജീവി ആദ്യമായിട്ട് കാണാണ്. അങ്ങനെ നീ നോക്കി പേടിപ്പിക്കരുത്. നിന്നെ കൊണ്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല. സലാം പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ച് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തു കൊടുത്ത് സമാധാനത്തോടെ മടക്കി വിടുമ്പോ ആ മനുഷ്യന്റെ മനസ്സിലൊരു സന്തോഷം വരും. ഓ, ഒന്നും തന്നില്ലെങ്കിലും നല്ല പെരുമാറ്റല്ലേ, നല്ല സ്വഭാവല്ലേ, നല്ല സമീപനല്ലേ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് ദുആർക്കും. ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ കാശ് കിട്ടിയതിന്റെ പേരിലല്ല ദുആ ചെയ്തത്, നല്ല സഹവാസം, നല്ല സമീപനം, അതിന്റെ പേരിലാണ് ദുആ ചെയ്തത്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സമ്പത്ത് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭമാണ് ഇപ്പോൾ കിട്ടിയ സമീപനം കൊണ്ട്. പ്രതീക്ഷിച്ചു വരുന്ന ആരെയും മടക്കിവിടാത്ത ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവരെ മുറാദൊക്കെ ദുനിയാവെന്ന് അല്ലാഹു ഹാസിലായി കൊടുക്കും. പ്രതീക്ഷിച്ചു വരുന്ന ഏതൊരാളെയും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നല്ല നിലക്ക് ഒന്നുകിൽ സമ്പത്തോ അല്ലെങ്കിൽ നല്ല വാക്കോ നല്ല പ്രതികരണത്തോട് മടക്കി വിടുന്ന ഒരാളാണെങ്കിൽ അവരെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. എന്തേ കാരണം? പ്രതീക്ഷിച്ചു വരുന്ന ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല രൂപത്തിലാണ് മടക്കി അയച്ചത്, നല്ല സമീപനമാണ് സ്വീകരിച്ചത്.